അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ബർത്ത്ഡേ ആയപ്പോഴും എനിക്ക് ഭയങ്കര ആങ്സൈറ്റിയോ, അതെങ്ങനെ ആ ദിവസം എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നോ, അതോ എന്നെ എൻ്റെ ഹസ്ബൻഡ് ഇത്ര സ്നേഹിക്കുന്നുണ്ടെന്നോ എനിക്കറിയില്ല. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഞാൻ ഭയങ്കര പേടിച്ചായിരുന്നത് ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ. പേടിച്ച് മീൻസ് എന്താ പറയുക, അത് ഫേസ് ചെയ്യാനുള്ള പേടി, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പം ഞാൻ ജസ്സേട്ടനോട് രാവിലെ എഴുന്നേൽക്കുക വാ നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒബ്വിയസ്ലി ഞാൻ യു കെയിലായിരുന്നു, ഡിസംബറാണ്. യു കെയിൽ ഡിസംബർ എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. എനിക്ക് മടിയായതാണോ എനിക്ക് പക്ഷെ തോന്നുന്നത് ഞാൻ ഇമോഷണലി എനിക്ക് അതിൽ നിന്ന് മാറി നിൽക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമ്മിൽ ചെറിയ വഴക്കുണ്ടായി. അന്ന് ഞാൻ ഫുഡേ കഴിച്ചിട്ടില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ജീവിതത്തിലെ ഭക്ഷണം കഴിക്കാതെ ആദ്യത്തെ ബർത്ത്ഡേ എന്നങ്ങാണ്ട്. പക്ഷെ രാത്രിയായപ്പോൾ ഞങ്ങളെല്ലാം സോൾവ് ആയി. പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ പോയിന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ജിസേറിൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ ആയിരുന്നു, ഞാൻ ഇത്രയും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും എനിക്ക് നിന്നെ കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ. അപ്പം ജിസേട്ടൻ സങ്കടപ്പെടുന്ന കണ്ടപ്പം അയ്യോ അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. സോ എൻ്റെ എന്തൊക്കെയോ ആങ്സൈറ്റിയോ പേടിയോ കാരണം ആ ബർത്ത്ഡേ പ്ലാൻ ചെയ്ത പോലെ പോയില്ല. അതെനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ പിന്നെ നമ്മളത് മേക്ക് ഓവർ ചെയ്തു. പക്ഷേ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേയുടെ ദിവസം മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിന് 2 ദിവസം മുമ്പ് ബർത്ത്ഡേ ആഘോഷിക്കുക, 2 ദിവസം കഴിഞ്ഞ് ബർത്ത്ഡേ ആഘോഷിക്കുക, അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല പേഴ്സണലി. ചിലപ്പോൾ അത് ഓക്കെ ആയിരിക്കും കേട്ടോ. അപ്പം അങ്ങനെയായിരുന്നു ആ പ്ലാൻ ചെയ്യാത്ത ബർത്ത്ഡേ പോയത്. സോ പക്ഷെ അതിൽ വേറൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞ് ഇതുവരെ ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ ബർത്ത്ഡേയും ഈ ബർത്ത്ഡേയും ഒന്നും ഞാനും ജസ്സേട്ടനും ഒരുമിച്ചല്ല ആഘോഷിച്ചത്. അപ്പോൾ എനിക്കിപ്പോഴും ഒരു റിഗ്രറ്റ് ഉണ്ട്, അയ്യോ വേണ്ടായിരുന്നു, അന്ന് അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോഴും തോന്നുന്നു.